അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ അറിവുമായിട്ടാണ്. അതായത് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സലാം പറയാറുണ്ട് അല്ലേ? അത് നമ്മുടെ ഒരു പതിവാണ് അല്ലേ? അതുപോലെ തിരിച്ചു വരുമ്പോഴും നമ്മൾ സലാം പറയാറുണ്ട്. കൂടാതെ നമുക്കത് സുന്നത്ത് കൂടിയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുവിൻ എന്നാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ചെറിയ കുട്ടികളാണെങ്കിലും വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്ത് പോയാലും നമുക്ക് അവരെ സലാം പറയാൻ പരിശീലിപ്പിക്കണം. അതുപോലെ തിരിച്ചു വരുമ്പോഴും സലാം പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിപ്പിക്കണം. അവർ ഓർത്തില്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഇത്തരം സാന്ദർഭികമായ സുന്നത്തുകളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ടാറ്റ പറഞ്ഞിട്ട് വിടാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ഒരു ലോങ് യാത്ര പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ദുആ പറയേണ്ടത് എന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, എപ്പോൾ വീട്ടിൽ നിന്ന് ആര് പോയാലും നമ്മൾ വീട്ടിലുള്ളവർ യാത്രക്കാരന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന നമ്മൾ വിട്ടുകൂടാ. ആ പ്രാർത്ഥനയുടെ അർത്ഥം വളരെ ഗൗരവമുള്ളതാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ ആളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥന എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രാർത്ഥന അറിയാത്തവരാണെങ്കിൽ സ്ക്രീനിലേക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ പറയുന്നുണ്ട്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. താങ്കളുടെ ദീനും അല്ലെങ്കിൽ താങ്കളുടെ മതവും താങ്കളുടെ വിശ്വസ്തതയും താങ്കളുടെ കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു അല്ലേ? അതായത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥനയില്ലാത്ത സന്ദർഭങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടും മെനക്കെടാത്തത് കൊണ്ടുമാണ് നമ്മളിതിലൊക്കെ പിന്നിലായി പോകുന്നത്. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദിനേനയുള്ള ജീവിത ചിട്ടകളിലൊക്കെ ഇത് പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന ഇനി മുതൽ നിങ്ങൾ ആരും മറന്നു പോകണ്ട, ചൊല്ലാതിരിക്കുകയും വേണ്ട. കാരണം നമ്മുടെ മക്കളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ബേജാറാണല്ലേ, ടെൻഷനാണ്. ഇനി നമ്മുടെ മക്കളൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുന്നത് വരെ നമുക്ക് വിഷമമാണ് അല്ലേ, പ്രയാസമാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാലിക്കുകയും പഠിക്കുകയും മെനക്കെടുകയും വേണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കണം. ഇനി മുതൽ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന നിത്യമായിട്ടും വീട്ടിൽ നിന്ന് എപ്പോൾ ആര് പുറത്ത് പോയാലും ഈ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് മറക്കരുത്. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന നമ്മൾ സ്ത്രീകൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കണം. കാരണം നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് അള്ളാഹു പരമേൽപ്പിച്ച് വിടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്, വലിയ കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.